വെച്ചൂരിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെതിരെ ഗ്രാമസുരക്ഷാ യോഗം. കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിലുള്ള ബോധവൽക്കരണ നടപടികൾക്ക് തുടക്കമിട്ട് വെച്ചൂർ ഗ്രാമപഞ്ചായത്ത്. കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വെച്ചൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമസുരക്ഷാ യോഗം ചേർന്നു. വെച്ചൂർ പഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസ് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സന്തോഷകരമായി അതിന്റെ പരിപാടികളൊക്കെ സമാപിച്ചു. അതിന്റെ സന്തോഷം തീരുന്നതിന് മുമ്പ് തന്നെ ഒരു കൊച്ചുകുട്ടി കൊച്ചനുജന്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അത്തരൊരു സാഹചര്യം ഇന്നൊരു കുട്ടിക്കാണ് ഉണ്ടായെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലിരിക്കുന്ന പല കുട്ടികളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട പലരും ഇത് വെളിയിലേക്ക് അറിയിക്കേണ്ട എന്നൊരു കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്നു. കാരണം നമുക്കറിയാം, ഒരു പ്രസ്ഥാനമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെളിയിൽ അറിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയാണ്. വെച്ചൂരിലെ സ്കൂൾ വിദ്യാർത്ഥിയായ 13-കാരൻ സഹപാഠി നൽകിയ ടാർ നിറമുള്ള മിഠായി കഴിച്ച് ബോധരഹിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സംഭവത്തിന് ശേഷം കുട്ടിയുടെ പിതാവും സുഹൃത്തുക്കളും ചെറിയ കുട്ടികളെ ഇരകളാക്കുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് കൗമാരക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന ആവശ്യവുമായി രംഗത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ അധികൃതർ, PTA ഭാരവാഹികൾ, രാഷ്ട്രീയ സാമുദായിക പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ആരോഗ്യ വകുപ്പ് അധികൃതർ, പോലീസ്, എക്സൈസ്, റവന്യൂ അധികൃതർ എന്നിവരെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നത്. യോഗത്തിൽ വെച്ചൂരിലെ ചില കടകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉണ്ടെന്നും സ്കൂളുകൾക്കടുത്തുള്ള കടകളിൽ മുതിർന്ന കുട്ടികൾ എത്തുന്നുണ്ടെന്നും ആരോപണം ഉയർന്നു. കുട്ടികളിലെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളും സൗഹൃദങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും നിരീക്ഷിച്ച് തുടർ നടപടി സ്വീകരിക്കാനും വാർഡ് തലത്തിൽ സുരക്ഷാ സമിതികൾ സംഘടിപ്പിക്കാനും നിർദ്ദേശിച്ചു. യോഗത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ വൈക്കം DYSP സിബിച്ചൻ ജോസഫുമായി ചർച്ച ചെയ്ത ശേഷം ലഹരി ഉപയോഗത്തിനെതിരെ പരിശോധനയും ബോധവൽക്കരണ പരിപാടികളും നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലകുമാർ ചെയർമാനും സെക്രട്ടറി VN റെജിമോൻ കൺവീനറുമായി ഗ്രാമസുരക്ഷാ സമിതി രൂപീകരിച്ചു. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡ് തല സുരക്ഷാ യോഗവും നടത്തും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സോജി ജോർജ്, PK മണിലാൽ, S ബീന, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു രാജു, സ്വപ്ന മനോജ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ BR സ്വരൂപ്, വൈക്കം അഡീഷണൽ SI വിജയപ്രസാദ്, ഇടയാഴം സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ, വില്ലേജ് ഓഫീസർ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത് പലപ്പോഴും നമ്മൾ പറയപ്പെടുമ്പോഴും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴും ഒക്കെ നമുക്കുണ്ടാകുന്ന ആക്രമണങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കൊണ്ട് പലരും മുന്നോട്ട് വരാൻ തയ്യാറാകുന്നു. ഇപ്പം നമ്മളിവിടെ കൂടിയാലോചിച്ച് ഇതിനെ സംഘടിതമായി നേരിടണം എന്ന് തീരുമാനിച്ചാൽ തന്നെ പല ഘട്ടങ്ങളിലും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ ഇടപെടേണ്ട സമയങ്ങളിലൊന്നും പലപ്പോഴും പലരും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,